മുസ്ലിമിന്റെ മേലുള്ള ബാധ്യത 5 നബിയുനാ റസൂലുള്ളാഹി. നാസറണ്ണനെ എപ്പോൾ സ്നേഹമുള്ളത് അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും ചായയും കാപ്പിയും ഫുഡ് കഴിച്ചോ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. രക്ഷപ്പെടട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള കടമകൾ 5 കടമകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ കടമ റദ്ദുസ്സലാം വഇയാദത്തുൽ മരീദ് വത്തിബാഉൽ ജനായിസ് വഇജാബത്തുദ് ദഅവ വതസ്മീതുൽ ആതിശ് ഖാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ 5 കടമകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതിലെ ഒന്നാമത്തെ കടമയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം പറഞ്ഞാൽ സലാം മടക്കുക. സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം അടക്കണം. നമ്മുടെ ചിലരും മടക്കാറുമില്ല, ചിലര് പറയാറുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞാലല്ലേ മടക്ക. നമ്മൾ ആരും പറയാറില്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സലാം പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ പള്ളിക്കകത്ത് അടക്കാൻ വയ്യ. പിന്നെ പള്ളിക്കകത്തും ഒരു സ്ഥലത്തും സ്വഹാബത്തിന് നടക്കാൻ വയ്യ. എപ്പോഴും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, സലാം മാത്രമായി. സലാം പറയുന്ന ഒരു മനുഷ്യനും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞപ്പോൾ സഹാബത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തന്നെയുള്ളു പണി. അപ്പൊ അതിങ്ങനെ വലുതായപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ എപ്പോഴും പറയേണ്ട കാര്യമില്ല. ഒന്ന് മറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒന്ന് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാ മതി. അപ്പൊ പിന്നെ സഹാബത്ത് ഇപ്പുറത്ത് കാണും, ഒരു തൂണ് കറങ്ങി വന്നു, അടുത്ത് വെച്ച് അവിടെ അസ്സലാമു അലൈക്കും. ഇതാണ് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ. നമുക്കറിയില്ല ഈ സലാമിന്റെ പ്രതിഫലം. സലാം പറയുന്നവന് സ്വർഗമുണ്ടെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സലാമിനെ വ്യാപിപ്പിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന് സ്വർഗമുണ്ടെന്നാണ്. നമ്മൾ സ്വന്തം പെണ്ണുമ്പിള്ളയാണ് ഫോളി വിളിക്കുന്നത് അറിയാം. അപ്പോഴും നമ്മൾ ചോദിക്കും ഹലോ. അതന്നെ വാപ്പയാണ് വിളിക്കുന്നത്, ഉമ്മയാണ് വിളിക്കുന്നത്, ഭാര്യയാണ് വിളിക്കുന്നത്, മക്കളാണ് വിളിക്കുന്നത്, ഉസ്താദാണ് വിളിക്കുന്നത്, കൂടപ്പുറപ്പ വിളിക്കുന്നത്. നമുക്കറിയാം. അപ്പോഴും നമ്മൾ സലാം പറയാറില്ല. നമ്മൾ അപ്പോഴും ചോദിക്കുന്നത് ഹലോ എന്ന്. അപ്പൊ നമ്മൾ എന്താണ് സലാം അധികരിപ്പിക്കുന്നത് ചിന്തിച്ചു നോക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളിൽപ്പെട്ട ഒന്നാമത്തെ കടമ സലാം പറഞ്ഞാൽ മടക്കണം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രോഗം പിടിച്ചാൽ പോയി കാണണം, സന്ദർശിക്കണം. അത് നിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രോഗം പിടിച്ച് കിടക്കുന്നവനെ പോയി സന്ദർശിക്കണം. സ്വന്തം വാപ്പായെ പോയി നോക്കണില്ല, പിന്നെ പടച്ചവനെ നാട്ടുകാരുടെ അവസ്ഥ. സ്വന്തം കൂടപ്പിറപ്പുകളെ രോഗം പിടിച്ച് കിടക്കുന്നു. തനിക്ക് ഏറ്റവും കൂടുതൽ തന്റെ കുടുംബക്കാര് രോഗം പിടിച്ചു കിടക്കുന്നു. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. ആരാ കാണാൻ പോകുന്നു, നോക്കാൻ പോകുന്നത്? സമയമില്ല നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗസന്ദർശനം നടത്താൻ നമുക്ക് സമയമില്ല. എങ്കിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് നിന്റെ കുടുംബക്കാരനാകണമെന്ന് നിർബന്ധമില്ല. എങ്കിലും നിനക്ക് അവിടെ പോയി സിയാറത്ത് ചെയ്യണം, രോഗസന്ദർശനം നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജനാസയെ പിന്തുടരണം. ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടാൽ എന്റെ ബന്ധുവല്ല, എനിക്കറിയില്ല, അങ്ങനല്ല. ആ ജനാസയെ പിന്തുടരൽ നിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ജനാസ കൊണ്ടുവരുന്നത് കണ്ടാൽ നാം അതിനെ പിന്തുടരുക, ഇത് ബാധ്യതയാണ്. 4-മതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ക്ഷണം ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഒരാളെ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം നൽകൽ നിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കല്യാണത്തിന് വിളിച്ചു, എന്തെങ്കിലും ഒരു ഫംഗ്ഷനിന് വിളിച്ചു, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം. നമ്മളങ്ങനല്ല, നമ്മൾ പോകൂല. ഓൻ വിളിച്ചാൽ കയറൂല, ഞാൻ പോകത്തില്ല. അറിഞ്ഞുകൊണ്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ പോകൽ നമ്മുടെ ബാധ്യതയാണ്. 5-മതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ തുമ്മിയാൽ എന്താ പറയണ്ടേ?
എന്താ ചങ്ങായിമാരെ പറയണ്ടേ? നിങ്ങൾ ഇപ്പൊ ഷാജി അണ്ണൻ തുമ്മിയാൽ എന്തു പറയണം? നിങ്ങൾ എന്നെ ചുമ്മാ അടങ്ങിയിരി, എനിക്ക് വയ്യ വന്നാൽ മതി. ഷാജി ഇപ്പൊ ഞാൻ തുമ്മിയാൽ എന്തു പറയണം? അൽഹംദുലില്ലാ. ഞാൻ എന്തു പറയണം? അൽഹംദുലില്ലാ. കേൾക്കുന്നവൻ എന്തു പറയണം? അവിടെ ഒരാള് തുമ്മിക്കഴിഞ്ഞു, ഒരാള് തുമ്മി അൽഹംദുലില്ലാ എന്നവൻ പറയുന്നത് കേട്ടാൽ കേൾക്കുന്നവൻ എന്തു പറയണം? ഇർഹമക്കുമുല്ലാഹ്, ഇത് നിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. റക്കബറ നബിയുനാ റസൂലുള്ളാഹി. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് ഇത്. ആരെങ്കിലും പറയാറുണ്ടോ? ആരെങ്കിലും പറയാറുണ്ടോ? 1 സലാം പറയണം, 2 രോഗസന്ദർശനം നടത്തണം, 3 ജനാസയിൽ പങ്കെടുക്കണം, 4 വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകണം, 5 തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറയുന്നത് കേട്ടാൽ. ഒരാള് പണ്ടത്തൊരു കഥ പറയാറുണ്ട്. ഒരാളെ കഥ പറഞ്ഞത്, ഗൾഫിൽ പോയി ഒരിക്കൽ ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് അറബി തുമ്മിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാ. അപ്പൊ അവിടെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സേവകൻ ഇത് കേട്ടപ്പോൾ പറഞ്ഞു റഹമുക്കുമുല്ലാഹ്. അറബിക്ക് വലിയ സന്തോഷമായി. അറബിക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. ആദ്യം ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ പടച്ചവന് ഉടനെ ഓനെ ഇവിടെ കെട്ടിയൊക്കെ പിടിച്ചു, ഓന് നല്ല ജോലിയൊക്കെ കൊടുത്തു. ഇത് കണ്ടപ്പോ അവന്റെ വളർച്ച കണ്ടുകൊണ്ടൊരു കൂട്ടുകാരൻ ചോദിച്ചു, നിനക്കിത് എങ്ങനെയാ കിട്ടിയെന്ന്. പറഞ്ഞു, ഇതുപോലെ ഞാൻ ഇർഹമുക്കുമുല്ലാഹ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയതാ. അങ്ങനെ പിന്നീട് ഒരിക്കൽ ഇങ്ങനെ അറബി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം കൂടെ പോയി നിൽക്കുകയാണ്. അറബി തുമ്മിയ ഉടനെ ഇവൻ പറഞ്ഞു ഇർഹമുക്കുമുല്ലാഹ്. സത്യത്തിൽ അറബി അൽഹംദുലില്ലാ പറഞ്ഞില്ല, പറയുന്നതിന് മുമ്പേ ഇർഹമുക്ക്. ഇതിന്റെ കഥ പറഞ്ഞത് എന്റെ സത്യം എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്മുന്ന സമയത്ത് അൽഹംദുലില്ലാ പറയുന്നവർ വളരെ കുറവാണ്. ഇനി അവര് പറഞ്ഞാലും അത് കേൾക്കുന്നവൻ ഇർഹമുക്കുമുല്ലാഹ് എന്ന് പറയുന്നതും വളരെ കുറവാണ്. ഇനിയെങ്കിലും സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ക്ഷണിച്ചു കഴിഞ്ഞാൽ പോകണമെന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാഫി റളിയല്ലാഹു തആല അൻഹു سمعت عبد الله بن عمر رضي الله تعالى عنه يقول قال رسول الله صلى الله عليه وسلم أجيبوا هذه الدعوة إذا دعيتم لها قال كان عبد الله يأتي الدعوة في العرش وغير العرش وهو صائم قال نبينا رسول الله صلى الله عليه وسلم. മഹാനായ നാഫി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം നൽകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം. ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം. ഏത് മനുഷ്യനാണെങ്കിലും നമ്മുടെ ശത്രുവാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പോകണം. നബിതങ്ങൾ പഠിപ്പിക്കുകയാ. ഭക്ഷണം കഴിക്കണോ വേണ്ട അത് വേറെ വിഷയം. ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നാഫി റളിയല്ലാഹു തആല പറയുന്നു, അബ്ദുല്ലാഹ് വിവാഹ സദസ്സിലേക്ക് അല്ലാത്തതിലേക്കും, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സ്ഥലങ്ങളിലേക്കും വിവാഹത്തിന്റെ മജ്ലിസുകൾ അല്ലാത്ത കാര്യങ്ങൾ, ആ മജ്ലിസിലേക്ക് നോമ്പുകാരനാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കും. നോമ്പുകാരനാണെങ്കിലും മുത്തുനബിയെ വിളിച്ചാൽ അവിടെ നിന്ന് പ്രവാചകൻ പോകുമായിരുന്നു. അതായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിളിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം നൽകൽ ഒരു മുസ്ലിമിന്റെ കടമയാ, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ വമൻ തറക ദഅവത ഫഖദ് അസല്ലാ വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേൾക്കപ്പോൾ ചോദിക്കും, അവൻ വിളിച്ചിട്ട് ഞാൻ എന്തിനാ പോകുന്നേ? ഞാൻ പോകത്തില്ല. എനിക്ക് പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, വളയിടാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, അച്ചാരത്തിന് വിളിച്ചു, പിന്നെ ഇപ്പൊ മാത്രം ഞാൻ എന്തിനാ പോകുന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാതിരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചിട്ട് പോകാത്തവർ, ഒരു ക്ഷണം ഒരു ദഅവത്ത് കെട്ടിക്കെട്ട് നമുക്ക് പോകാൻ കഴിയാതെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരമാക്കി കളയുന്നവർ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ക്ഷണം നിരസിച്ചാൽ, ആരെങ്കിലും ഒരു കല്യാണമാകട്ടെ, ഒരു ഫംഗ്ഷൻ ആകട്ടെ, ഒരു വീട് കയറലാകട്ടെ, എന്തുമാകട്ടെ, ഒരു ചെറിയ ഒരു പരിപാടിക്ക് നിന്നെ വന്ന് കണ്ടുകൊണ്ട് സലാം പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ, നമ്മളപ്പോ അതിന് പോയില്ലെങ്കിലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസുകൾക്ക് സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവൻ ധിക്കരിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയുകയാ, പ്രത്യേകിച്ച് ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരൊക്കെ കേൾക്കണം, നിങ്ങളെയൊക്കെ പലരും വിളിക്കും, നിങ്ങൾ പോവില്ല, നിങ്ങൾ തിരക്കാരണം, നിങ്ങൾ മനസ്സിലായിക്കോ. പള്ളിയിലെ ഖതീബാണെങ്കിലും ഉസ്താദാണെങ്കിലും നമ്മളെ പലരും വിളിക്കുമ്പോ എന്ത് ചെയ്യും, നമ്മൾ പോകാറില്ല. ഒരാള് നിങ്ങളെ ഒരു ഫംഗ്ഷന് വേണ്ടി ഒരാള് നിന്നെ ക്ഷണിച്ചു വന്ന് വിളിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാരെ മൊത്തം വിളിക്കുവോ? ഇല്ല. ഒരാളിങ്ങനെ നമുക്കൊരു സ്ഥാനം നൽകിക്കൊണ്ടാണ് അവർ നമ്മളെ വന്ന് വിളിക്കുന്നത്. ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകാതെ നിരസിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവൻ നിരസിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനയാണല്ലോ, അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ ഇത്. നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന നോമ്പുകാരനായിരുന്നിട്ട് പോലും മുത്തുനബി പോകുമായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസുണ്ട്, യഹൂദി വിളിച്ചിട്ട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പോയില്ലേ? മുത്തുനബി പോലും മുസ്ലിം അല്ലാത്ത ആള് വിളിച്ചിട്ട് പ്രവാചകൻ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിളിച്ചു കഴിഞ്ഞാൽ പോകണം, പോയില്ലെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവൻ ധിക്കരിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു. നമ്മുടെ അയൽവാസി, നമ്മുടെ വീടിനടുത്തുള്ള ഒരാൾ ചുമ്മാ ഇരുന്നാലും പോത്തില്ലല്ലോ. നമ്മളിപ്പോ എന്തെങ്കിലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകാതെ വരുമ്പോൾ അത് അള്ളാഹുവിനെ ധിക്കരിച്ചതുപോലെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു